മന്ത്രിമാരെ അധിക്ഷേപിച്ച CPM നേതാവ് MM മണി. വനമന്ത്രി ഷിബു ബേബി ജോൺ വിവരം കെട്ടവനാണെന്ന് MM മണി ആക്ഷേപിച്ചു. കടപ്പുറത്ത് കിടക്കുന്ന വനം മന്ത്രിക്ക് വനത്തെക്കുറിച്ച് എന്തറിയാം? വനവുമായി ബന്ധമുള്ള ആളെ മന്ത്രിയാക്കേണ്ടതായിരുന്നുവെന്നും MM മണി റിപ്പോർട്ടറിനോട് പറഞ്ഞു. നാവെടുത്താൽ കള്ളം പറയുന്ന കരുണാകരന്റെ മകനല്ലേ എന്നായിരുന്നു മന്ത്രി K മുരളീധരൻ നേർക്കുള്ള ആക്ഷേപം. അതാ മന്ത്രിയുടെ വിവരക്കേട് കൊണ്ട് പറയുമ്പോൾ വന്യജീവി മാറിയിട്ട് ജനങ്ങളുടെ ജീവൻ രക്ഷിക്കാൻ പറ്റുമോ? അയാൾ വിവരം കേട്ടോനാണ്. ഇങ്ങനെ തന്നെ കൊടുക്കണം നിങ്ങൾ. പുള്ളി വന്യജീവിക്ക് ക്ലാസ് എടുക്കുമ്പോൾ കാട്ടാനയ്ക്ക് ശിവബേബി അയാൾക്ക് ഇത് വല്ലതും അറിയാവോ? അയാൾ കടപ്പുറത്ത് അവിടെ ഈ വനവും ഇവിടുത്തെ വന്യജീവി എന്ന് പറഞ്ഞാൽ അയാൾക്കറിയത്തില്ല മനുഷ്യനാണോ മൃഗമാണോ എന്തുകൊണ്ടോ ആണെന്ന് അറിയാൻ മേല. കേരളത്തിലെ ഏറ്റവും അധികം വന്യജീവി ശല്യമുള്ള ഒരു ജില്ല നമ്മുടെ ഇടുക്കി ജില്ലയാണ്. ഇവിടുന്ന് ഈ ജില്ലയിൽ നിന്ന് UDFന്റെ സ്ഥാനാർത്ഥികൾ 5 പേര് ജയിച്ചു പോയില്ലേ? എന്നിട്ട് പിന്നെ എന്നാ ചരച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഇവർ. ജനങ്ങളുടെ വിചാരങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി പ്രവർത്തിക്കാൻ പറ്റുന്നവരാക്കണമായിരുന്നു. അന്തവും കുന്തവും ഇല്ലാത്തവന്മാരെയൊക്കെ കൊണ്ട് ഈ മന്ത്രിയാക്കിയിട്ട് പിന്നെ അയാൾ വിവരക്കേട്ട് പറഞ്ഞെന്നാ എന്നാ പറയാനാ? അതല്ല വന്നു കഴിയുമ്പോഴത്തേനും വന്യജീവിയുടെ ബുദ്ധിക്ക് മാറ്റം വന്നില്ലെന്നൊക്കെ പറയുന്നത് വിവരമില്ലാത്ത മന്ത്രിയല്ലാതെ കോമൺ സെൻസ് ഉള്ളതും പറയും. ഇതിങ്ങനെ തന്നെ കൊടുക്കണം. തന്തയുടെ മകനായതുകൊണ്ട് മുരളീധരൻ നിന്ന് വേറെ എന്നാ പ്രതീക്ഷിക്കാനാ? അപ്പം മുരളീധരൻ ഒരു കാര്യം ചെയ്യുന്നത്, മുരളീധരൻ ഇപ്പം ആരോഗ്യമന്ത്രിയാണല്ലോ, നാടകം നന്നാക്കട്ടെ എന്ന് നടന്നു. വിഡിത്തം കരുണാകരൻ്റെ മകനല്ലേ അയാൾ വിഡിത്തമല്ലേ ചെയ്തിട്ടുള്ളൂ. K കരുണാകരൻ നാവെടുത്ത കള്ളം പറയും. അയാളുടെ മകനല്ലേ ഇത്. പിന്നെ ഇയാളിൽ നിന്ന് വേറെന്ത് പ്രതീക്ഷിക്കാനാണ്? രാഹുൽ സുരേഷ് വിവരങ്ങളുമായി. രാഹുൽ, MM മണി പതിവുകൾ തുടരുക തന്നെയാണ്. അധിക്ഷേപ പരാമർശം ഇതിങ്ങനെ തന്നെ കൊടുക്കണമെന്ന് ആവർത്തിച്ച് പറയുന്നുമുണ്ട്. എന്താണ് സാഹചര്യം? സ്മൃതി, 2 വ്യത്യസ്ത സംഭവങ്ങളിൽ മന്ത്രിമാരായ ഷിബു ബേബി ജോണും K മുരളീധരനും നടത്തിയ പ്രതികരണമാണ് ഇത്തരത്തിലൊരു പരിഹാസത്തിന് കാരണമായിരിക്കുന്നത്. വന്യജീവി ശല്യം സംസ്ഥാനത്ത് അതിരൂക്ഷമാവുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ മന്ത്രി ഷിബു ബേബി ജോൺ പറഞ്ഞൊരു കാര്യം, മന്ത്രിസഭ മാത്രമാണ് മാറിയിട്ടുള്ളൂ, ഉദ്യോഗസ്ഥരും വന്യജീവികളും പഴയത് തന്നെയായിരുന്നു എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. അതിനാണിപ്പോൾ MM മണി ഒരു പ്രതികരണം നടത്തിയിരിക്കുന്നത്. അതായത് മന്ത്രി ഷിബു ബേബി ജോൺ വിവരം കെട്ടവനാണ്. കടാപ്പുറത്ത് കിടക്കുന്ന മന്ത്രിക്ക് കാടിനെക്കുറിച്ചും ഇവിടുത്തെ ആളുകളെക്കുറിച്ചും യാതൊരു വിവരവുമില്ല. വന്യജീവികൾക്ക് അദ്ദേഹം ക്ലാസ് എടുക്കട്ടെ എന്നും പറയുന്നു. വനവുമായും അതോടൊപ്പം തന്നെ ഇവിടുത്തെ ഇടുക്കിയുമായി ബന്ധമുള്ള നിരവധി MLA മാർ കോൺഗ്രസിനുണ്ടായിട്ടും അത്തരത്തിലൊരാളെ മന്ത്രിയാക്കാത്തതാണ് ഈ പ്രശ്നങ്ങൾക്ക് കാരണമായതെന്നാണ് ഷിബു ബേബി ജോൺ നൽകിയിരിക്കുന്ന മറുപടി. മറ്റൊരു കാര്യം, നേരത്തെ പിണറായി സർക്കാർ ഭരിക്കുന്ന കാലത്ത് നിപ്പ രോഗം സ്ഥിരീകരിച്ചിരുന്നു. നാട് മുടിക്കാൻ എത്തിയ ആൾ നാട് ഭരിക്കുന്നതുകൊണ്ടാണ് നിപ്പ ഉൾപ്പെടെയുള്ള രോഗങ്ങൾ വന്നതെന്നായിരുന്നു അന്ന് K മുരളീധരൻ പറഞ്ഞത്. ഇപ്പോൾ വീണ്ടും അദ്ദേഹം ആരോഗ്യമന്ത്രിയായപ്പോൾ നിപ്പ സ്ഥിരീകരിക്കുന്ന സാഹചര്യമുണ്ടായി. അതിലാണിപ്പോൾ മുരളീധരനും ഒരു മറുപടി നൽകിയിരിക്കുന്നത്. നാവെടുത്താൽ കള്ളം പറയുന്ന ഒരാളായിരുന്നു K കരുണാകരൻ. അദ്ദേഹത്തിന്റെ മകനായിട്ടുള്ള K മുരളീധരനിൽ നിന്നും ഇതിൽ കൂടുതലൊന്നും പ്രതീക്ഷിക്കുന്നില്ല. നാട് നന്നാക്കട്ടെ K മുരളീധരനിൽ നിന്നും അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. എന്തായാലും സൂചിപ്പിച്ച പോലെ തന്നെ നേരത്തെയും ഇത്തരത്തിലുള്ള പരിഹാസങ്ങൾ, അധിക്ഷേപങ്ങൾ MM മണിയുടെ ഭാഗത്തുനിന്നും മന്ത്രിയായപ്പോഴും ഉണ്ടായിരുന്നു. ഇപ്പോൾ MLA സ്ഥാനം മാറി നിൽക്കുമ്പോഴും സാധാരണ രാഷ്ട്രീയ പ്രവർത്തകനായി മുന്നോട്ട് പോകുമ്പോഴും ആ അധിക്ഷേപം തുടരുന്നു എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം. സ്മൃതി, ശരി. രാഹുൽ സുരേഷാണ് വിവരങ്ങൾ നൽകിയത്.